ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ forfeiture ഓഫ് ഷെയർ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. forfeiture ഓഫ് ഷെയർ ഇഷ്യൂഡ് അറ്റ് പാർ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. പാർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ വിലക്ക് കൊടുക്കണം. 10 രൂപയുടെ ഷെയർ 10 രൂപയ്ക്ക് തന്നെ കൊടുക്കണം. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു തന്നത്? അപ്പൊ അതിന്റെ പ്രോബ്ലം ചെയ്യണ്ടേ? അതിന് മുന്നേ ക്വിക്ക് ആയിട്ടൊന്ന് റിവ്യൂ ചെയ്താലോ നമുക്ക്? എന്താ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്? ജേർണൽ എൻട്രി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ക്യാപിറ്റലിനെ ഇത്ര നാളും ക്രെഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ forfeiture എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റലിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഷെയർ ക്യാപിറ്റലിനെ എന്തുകൊണ്ടാ ഡെബിറ്റ് ചെയ്യണം? കാരണം അത്രയും ക്യാപിറ്റൽ ഇല്ലാതാവുകയാണ്. പറഞ്ഞു മനസ്സിലാവുണ്ടോ? അത്രയും ക്യാപിറ്റലിന് എടുത്ത് മാറ്റുകയാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ എത്ര വരെ വിളിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ടു ഷെയർ forfeited എന്ന് പറഞ്ഞാൽ എന്താണോ ആ ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും കേട്ടോ. ടു കിട്ടാത്തതിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? താഴെ എഴുതി വെക്കും. ഇതാണ് സംഭവം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ചോദ്യം പരിചയപ്പെടാം. നമുക്ക് നോക്കിക്കോളൂ. ഹോണ്ട ലിമിറ്റഡ് ഇഷ്യൂഡ് 10,000 ഇക്വിറ്റി ഷെയർ ഓഫ് ₹100 ഈച്ച്. അപ്പൊ പൊതുവെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദ്യം വായിക്കുമ്പോൾ തന്നെ കയ്യോടെ വർക്കിംഗ് നോട്ട് സ്ട്രോങ് ആയി പോണം. നമ്മൾ അത് വരണം. അങ്ങനെ മെല്ലെ വായിച്ചിട്ട് ഇതൊക്കെയാണ് അല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെല്ലെ ഇങ്ങനെ ആലോചിച്ചിട്ട് എക്സാം സമയത്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. മനസ്സിലാവുണ്ടോ? ടൈം മാനേജ്മെന്റ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ കയ്യോടെ ഇതൊക്കെ ഉണ്ട്, ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് വിഷ്വലി നമുക്ക് ചെയ്യാൻ പറ്റണം. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? അപ്പം 10,000 ഇക്വിറ്റി ഷെയർ ആണ്. 10,000 ഷെയർ, ഒരു ഷെയറുടെ വാല്യൂ 100 രൂപയാണ്. ആൻഡ് അപ്ലിക്കേഷൻ വന്നിട്ട് 20 രൂപ, അലോട്ട്മെന്റ് വന്നിട്ട് 30 രൂപ, 20 രൂപ ഫസ്റ്റ് കോള് പ്ലസ് 30 രൂപ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോള്, എല്ലാം കൂടി 100. അപ്പൊ മുഖവിലക്ക് തന്നെയാണ് കൊടുക്കുന്നത് അല്ലെ. 20, 30, 20, 30 എല്ലാം കൂടി 100. അപ്പൊ എന്ത് സംഭവിച്ചു ഇതില്? 30 on second and final call. 10,000 shares were applied for and allotted. 10,000 ഷെയറിന് അപ്ലിക്കേഷൻ വന്നു, 10,000 തന്നെ കൊടുക്കുകയും ചെയ്തു. All money due was received with the exception of both the calls on 300 shares held by സുപ്രിയ. എല്ലാം വിളിച്ചു, എല്ലാരും തരുകയും ചെയ്തു. പക്ഷെ സുപ്രിയ മാത്രം, 300 ഷെയർ വാങ്ങിച്ച സുപ്രിയ മാത്രം എന്ത് ചെയ്തിട്ടില്ല? 2 കോളും തന്നില്ല. both the calls, ഫസ്റ്റ് കോളും തന്നില്ല, സെക്കൻഡ് കോളും തന്നില്ല. അപ്പൊ ഇതിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? കമ്പനി ഫുള്ളും വിളിച്ചു. ഒരാൾ നമുക്കൊരു എമൗണ്ട് തരാതിരിക്കണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിളിച്ചാലല്ലേ അറിയുള്ളൂ അയാൾ തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തുള്ളൂ അല്ലെ. അപ്പൊ കമ്പനി ഫുള്ളും വിളിച്ചു പക്ഷെ സുപ്രിയ അത് തന്നില്ല. ഇതാണ് പറയണത്. അപ്പൊ എന്ത് ചെയ്തു? ദീസ് ഷെയർസ് വർ forfeited. ഗിവ് ദ ജേർണൽ എൻട്രി. അപ്പൊ അപ്ലിക്കേഷൻ വിളിച്ചു, അപ്ലിക്കേഷൻ കിട്ടി, ട്രാൻസ്ഫർ ചെയ്തു, അലോട്ട്മെന്റ് വിളിച്ചു, കിട്ടി, ഫസ്റ്റ് കോൾ വിളിച്ചു, സുപ്രിയയുടെ കിട്ടിയില്ല, ബാക്കി എല്ലാവരുടെയും കിട്ടി. സെക്കൻഡ് കോളം വിളിച്ചു, സുപ്രിയയുടെ കിട്ടിയില്ല, ബാക്കി എല്ലാവരെയും കിട്ടി. സുപ്രിയയുടെ ഷെയർ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. ഇതാണ് സംഭവം. ഇത് അങ്ങനെ ജേർണൽ എൻട്രിയിൽ എഴുതാനാ പറയണേ. അപ്പൊ നമ്മൾ എന്തിനാ വെറുതെ വെയിറ്റ് ചെയ്യണേ? നമുക്ക് ചെയ്യാം. ഓക്കെ, നേരെ ഫസ്റ്റ് ഫോർമാറ്റ് ഒക്കെ നിങ്ങൾ തന്നെ വരയ്ക്കണം. എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയാം കേട്ടോ. അപ്പൊ ഇൻ ദ ബുക്സ് ഓഫ് ഹോണ്ട ലിമിറ്റഡ് ജേർണൽ ഡേറ്റ് പർട്ടിക്കുലർ LF കോളം ഡെബിറ്റ് ക്രെഡിറ്റ് എല്ലാം അങ്ങനെ എഴുതിയിരിക്കണം. സോ ഫസ്റ്റ് വൺ എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? ഓഫ് കോഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതണം. ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ ബാങ്ക് അക്കൗണ്ട്. ഞാൻ പറയുമ്പോ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ജേർണൽ എൻട്രി വരണം. നിങ്ങളും കൂടെ പറഞ്ഞു പോവൂ കേട്ടോ. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ. 10,000 ഷെയർ നേരെ എടുത്ത് 300 എഴുതി വെക്കരുത്. അതൊക്കെ മണ്ടത്തരമായി പോവും. 300 ഒക്കെ ആ കിട്ടാത്ത ക്യാൻസലിംഗ് ആ ഭാഗമേ വരുള്ളൂ. ഇപ്പൊ കമ്പനിയുടെയാണ് എൻട്രി ചെയ്യുന്നത്. 10,000 ഷെയറുടെ അപ്ലിക്കേഷന്റെ എമൗണ്ട് എത്രയാ? 20 രൂപ. 20 അല്ലേ നമുക്ക്? എത്ര? 20. അപ്പൊ നമുക്ക് മൊത്തം 2 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. 2 lakh കിട്ടിയ അപ്ലിക്കേഷന് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? രണ്ടാമത്തെ എൻട്രി എന്താ വരിക? ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ്. വേഗം എഴുതുകയാണ് ഞാൻ. ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണു? ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ ഷോർട്ട് ആയിട്ട് എഴുതുകയാണ്. എനിക്ക് എന്തു ആവാം, നിങ്ങൾ അങ്ങനെ ആവരുത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. മൂന്നാമത്തെ, ഇനി അലോട്ട്മെന്റ് വിളിക്കണു. എന്താണ്? ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എന്താ പറയണേ? അതേ 10,000-ന് 30 രൂപയല്ലേ അലോട്ട്മെന്റ്. അപ്പൊ 3 ലക്ഷം രൂപ കിട്ടാനുണ്ട്, തരൂ എന്ന് പറഞ്ഞ് കമ്പനി പറയാണ്, ഇൻഫോം ചെയ്യാണ്. അലോട്ട്മെന്റ് ഡ്യൂ. എന്താ നറേഷൻ വരിക? ബീങ് അലോട്ട്മെന്റ് ഡ്യൂ. നറേഷനും കയ്യോടെ നമുക്ക് വരണം. മനസ്സിലാവുണ്ടോ? നറേഷൻ ഒന്നും എഴുതിയില്ലെങ്കിൽ മാർക്ക് ഉറപ്പായിട്ടും പോവും. എപ്പ പോയി എന്ന് ചോദിച്ചാൽ മതി മാർക്കൊക്കെ. മനസ്സിലാവുണ്ടോ? ഇനി നാലാമത്തെ, ഫോർത്ത് വൺ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു
to equity share allotment. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ്. അപ്പൊ എന്താണ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ്? അതന്നെ, ആരും തരാതൊന്നും ഇരിക്കില്ലല്ലോ. അലോട്ട്മെന്റ് എല്ലാവരും തന്നിണ്ടാവല്ലോ. സുപ്രിയ തരാതിരിക്കുന്നത് ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ആണല്ലോ. അലോട്ട്മെന്റ് അപ്പൊ എല്ലാവരും തന്നിണ്ടാവുമല്ലോ. അപ്പൊ അതേ 3 ലക്ഷം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നല്ലേ വരിക. അത്രല്ലേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഇനി അടുത്തതോ, ഫസ്റ്റ് കോള് ഡ്യൂ ആയി കാണിക്കുക. ഫസ്റ്റ് കോള് നോർമലി ഡ്യൂ ആയി ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എത്രയാ ഇക്വിറ്റി ഷെയർ എമൗണ്ട്? 20 രൂപ. ഒന്ന് നോക്കാം എന്തിനും. എത്രയാ? അതെ 20. അപ്പൊ 2 ലക്ഷം രൂപ നമുക്ക് കിട്ടാനുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുമോ 2 ലക്ഷം രൂപ? കിട്ടില്ല, കിട്ടാൻ പോണില്ല. കാരണം സുപ്രിയ തന്നില്ല. അപ്പൊ തരാത്തതിന് എന്താ പറയാ? കോൾസ് ഇൻ എരിയർ എന്ന് പറയും. കോൾസ് ഇൻ എരിയറിനെ ഞാൻ എന്ത് ചെയ്യണം എന്നാ പഠിപ്പിച്ചു തന്നിരിക്കണേ? ഡെബിറ്റ് ചെയ്യണം എന്നല്ലേ പഠിപ്പിച്ചു തന്നിരിക്കണേ? കയ്യോടെ എൻട്രി എഴുതൂ, എന്നിട്ട് എമൗണ്ട് ഫില്ല് ചെയ്യൂ കേട്ടോ. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെബിറ്റ്, കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ, ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ. 2 ലക്ഷം രൂപ കിട്ടണ്ട. അവിടെ 300 ഷെയർ വാങ്ങിച്ച നമ്മുടെ സുപ്രിയ 20 രൂപ തരില്ല. 300 ഷെയർ വാങ്ങിച്ച സുപ്രിയ, ഇവിടെ 300ന്റെ ട്രാൻസാക്ഷൻ വരും. 300 ഷെയർ വാങ്ങിച്ച സുപ്രിയ 20 രൂപ തരില്ല. അപ്പൊ 6000 രൂപ നമുക്ക് കിട്ടാൻ പോണില്ല എന്നർത്ഥം. 2 ലക്ഷം രൂപ കിട്ടണ്ട, അവിടെ 6000 രൂപ കിട്ടില്ല. ബാക്കി എത്രയേ കിട്ടുള്ളൂ? 1,94,000 കിട്ടും. 1,94,000 കിട്ടും നമുക്ക്. ഇതാണ് സംഭവം. ശരി ഇരിക്കട്ടെ. എന്നിട്ട് ഉടനെ ക്യാൻസൽ ചെയ്തോ ഷെയറിനെ? ഉടനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ക്യാൻസലേഷൻ എൻട്രി വേണം അടുത്ത് കൊടുക്കാൻ. ഇവിടെ ഉടനെ ക്യാൻസൽ ചെയ്യുന്നില്ല. സുപ്രിയ 300 share failed to pay both the calls and shares were forfeited. അങ്ങനെയാ പറഞ്ഞിരിക്കണേ. അപ്പൊ 2 കോളും വിളിച്ചതിന് ശേഷം കിട്ടിയില്ല എന്ന് അറിഞ്ഞപ്പോ ക്യാൻസൽ ചെയ്തു. പറഞ്ഞു മനസ്സിലാവുണ്ടോ? അപ്പൊ 7th one, സെക്കൻഡ് കോൾ വിളിക്കൂ. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ, ഇക്വിറ്റി ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. അത് നിങ്ങൾ എഴുതിയാൽ മതി എക്സാമിന് കേട്ടോ. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താ പറയണേ? 10,000 ഷെയർ ഇൻറ്റു 30 രൂപ കിട്ടണം. 3 ലക്ഷം രൂപ കിട്ടണ്ട. അവിടെയും സുപ്രിയ നമ്മളെ പറ്റിച്ചു, എമൗണ്ട് തന്നില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ എന്ത് എൻട്രി ചെയ്ത് വെക്കൂ? എൻട്രി ആദ്യം എഴുതി വെക്കൂ. അതും കോൾസ് ഇൻ അരിയർ അല്ലേ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെബിറ്റ്, കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ, ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. 3 ലക്ഷം രൂപ കിട്ടണ്ട. അവിടെ നമ്മുടെ 300 ഷെയർ വാങ്ങിച്ച സുപ്രിയ 30 രൂപ നമുക്ക് തന്നില്ല. 30 രൂപ നമുക്ക് തന്നില്ല. ബാക്കി 9,000 രൂപ നമുക്ക് തരാനുണ്ട്. 9,000 രൂപ തരാനുണ്ട്, തന്നില്ല, കിട്ടില്ല. 3 ലക്ഷം രൂപ കിട്ടണ്ട. അവിടെ 9,000 രൂപ നമുക്ക് കിട്ടില്ല. ബാക്കി എത്ര രൂപയെ നമുക്ക് കിട്ടുള്ളൂ? 2,91,000 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വീഴും. 2,91,000 രൂപ നമ്മുടെ ബാങ്കിൽ വീഴുന്നതായിരിക്കും. ശരി, അത്രയേ ഉള്ളൂ അല്ലല്ലോ? ഷെയറിനെ ക്യാൻസൽ ചെയ്യണ്ടേ? നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. ക്യാൻസൽ ചെയ്യുമ്പോ അപ്പൊ എത്രാമത്തെ എൻട്രി ആണ്? 9ാമത്തെ എൻട്രി. എന്താണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. ഇവിടെ 10,000 എടുത്ത് വെക്കരുത്. അവസാനം 300 ഷെയറിലേ ക്യാൻസൽ ചെയ്യുള്ളൂ. ഞാൻ എന്താ പറഞ്ഞിരിക്കണേ? ഷെയർ ക്യാപിറ്റൽ ഒറിജിനലേ വരാൻ പാടുള്ളൂ. എത്ര വരെ വിളിച്ചോ, എത്ര വരെ വിളിച്ചിട്ടാണോ ക്യാൻസൽ ചെയ്തത് അതാണ് എഴുതേണ്ടത്. എത്ര വരെ വിളിച്ചു? സെക്കൻഡ് കോൾ വരെ വിളിച്ചു. അപ്പൊ ഫുള്ളും വിളിച്ചു എന്നല്ലേ അർത്ഥം? ഫുള്ളും വിളിച്ചു എന്നല്ലേ അർത്ഥം? അപ്പൊ 300 × 10 എത്രയാ വരിക? 3000. 300 × 10 3000. ഇനി അടുത്തത് എന്ത് എൻട്രി ചെയ്തും? ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. കിട്ടിയതിനെ ക്യാൻസൽ ചെയ്യും. എന്താ ഇപ്പൊ സുപ്രിയയുടെ കയ്യിൽ നിന്ന് കിട്ടിയത്? പുള്ളിക്കാരി അടയ്ക്കാത്തത് ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും. അപ്പൊ പുള്ളിക്കാരി തന്നതോ അപ്ലിക്കേഷനും അലോട്ട്മെന്റും. അപ്ലിക്കേഷൻ 20 രൂപ തന്നു, അലോട്ട്മെന്റ് 30 രൂപ തന്നു, രണ്ടും കൂടി 50 രൂപ തന്നു. അപ്പൊ 300 ഷെയറിന്റെ 300 × 10 അല്ലല്ലോ അല്ലെ, 100 ആണ്. 300 × 100 അല്ലെ, കാരണം ഒരു ഷെയറിന്റെ യഥാർത്ഥ വാല്യൂ 10 അല്ലല്ലോ, 100 ആണല്ലോ. അപ്പൊ 30,000 വരും. കറക്റ്റ് കേട്ടോ, 30,000. ഓക്കെ, × 100. അപ്പൊ 100 രൂപ കിട്ടണ്ട. അവിടെ 50 രൂപയെ കിട്ടിയിട്ടുള്ളൂ. അപ്ലിക്കേഷൻ 20, അലോട്ട്മെന്റ് 30. അപ്പൊ 300 × 50 കിട്ടി. അപ്പൊ എത്ര കിട്ടി? 15,000 രൂപ കിട്ടി.
അപ്പൊ ബാക്കി 15,000 കിട്ടിയില്ല. എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു? എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു? താഴെ പറയണൊന്നും കിട്ടാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. എന്തൊക്കെ കിട്ടിയില്ല? ടു ഷെയർ ഫസ്റ്റ് കോൾ കിട്ടിയില്ല, ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ കിട്ടിയില്ല. ആരെങ്കിലും അങ്ങനെ രണ്ടെണ്ണം വേറെ വേറെ എഴുതാൻ നിൽക്കുവോ? അതിനല്ലേ നമ്മൾ കോൾസ് ഇൻ അരിയർ ഓപ്പൺ ചെയ്ത്. കോൾസ് ഇൻ അരിയർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമ്മൾ കോൾസ് ഇൻ അരിയർ എഴുതി കാണിച്ചാൽ മതി. വെറുതെ ഫസ്റ്റ് കോൾ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എഴുതി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ടു ഷെയർ അല്ല, ടു കോൾസ് ഇൻ അരിയർ, രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയാ പോരെ? എന്താണ് ഫസ്റ്റ് കോളുടെ എമൗണ്ട് എത്രയാ കിട്ടാത്ത? കോൾസ് ഇൻ അരിയർ 6,000 രൂപ കിട്ടില്ല, സെക്കൻഡ് കോളുടെ എമൗണ്ട് 9,000 രൂപ കിട്ടില്ല, രണ്ടും കൂടിയിട്ട് മൊത്തത്തില് 15,000 രൂപ കിട്ടില്ല. ഇത്രയേ ഉള്ളൂ. ഇതാണ് forfeiture ഓഫ് ഷെയർ അറ്റ് പാർ. മുഖവിലയ്ക്ക് കൊടുത്ത ഷെയറിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ഒന്നും കൂടി ഈ പ്രോബ്ലം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.